السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. സ്നേഹമുള്ള സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ തൗഫീഖ് കൊണ്ട് ഇസ്ലാമികമായ അറിവുകൾ തിരിച്ചറിവുകളായി നൽകപ്പെടുന്ന ഹിമായ ദർസിൽ വീണ്ടും ഒരുമിച്ച് കൂടാൻ റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകിയിരിക്കുകയാണ്. അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അതിലൂടെ ഇഹലോകത്തും പരലോകത്തും സന്തോഷവും സമാധാനവും നേടാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സ്ട്രെസ് ഇല്ലാതാക്കാനുള്ള മാർഗമാണ്. പലപ്പോഴും ഒരു സ്ത്രീ എന്ന നിലക്ക്, മുസ്ലിം സഹോദരി എന്ന നിലക്ക് ഒരുപാട് മാനസികമായ സംഘർഷങ്ങൾ, പ്രയാസങ്ങൾ നമ്മൾ നിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മക്കളുമായി ബന്ധപ്പെട്ട്, ഭർത്താവുമായി ബന്ധപ്പെട്ട്, വീട്ട് ജോലികളുമായി ബന്ധപ്പെട്ട്, ഇബാദത്തിനെ കുറിച്ച് ആലോചിച്ച് ഒക്കെ ഒരുപാട് ചിന്തകൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ പലരോടും പങ്കുവെക്കുന്നതും ചിലതൊന്നും പങ്കുവെക്കാതെ ഹൃദയങ്ങളിൽ കൊണ്ടു നടക്കുന്നതുമായ ഒരുപാട് കാര്യങ്ങൾ. ഇൻഷാ അല്ലാഹ് അത് പരിഹരിക്കാനുള്ള 5 പരിഹാര മാർഗങ്ങളാണ് ഇന്നത്തെ ദർസിൽ നമ്മൾ പഠിക്കുന്നത്. ഈ 5 കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിലും ജീവിതത്തിലും നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ നമ്മുടെ മനസ്സ് റിലാക്സ് ആകും, ഒരു സമാധാനത്തിലേക്ക്, ഒരു സന്തോഷത്തിലേക്ക്, പ്രതിസന്ധികളിലൂടെ, പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വരെ ഒരു സമാധാനം ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും. ഇൻഷാ അല്ലാഹ് 5 മാർഗങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത്. നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ 5 എന്ന് ടൈപ്പ് ചെയ്യും. ഓക്കെ, മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. അതിൽ ഒന്നാമത്തത്, നമ്മൾ ഇസ്ലാമികമായ ജീവിതം, ദീനി ജീവിതം നമ്മൾ നയിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങളിൽ ദൃഢമായി നമ്മൾ വിശ്വസിക്കുക. ഇസ്ലാം പഠിപ്പിച്ച നന്മകളെ, സൽക്കർമ്മങ്ങളെ ജീവിതത്തിന്റെ പാർട്ടാക്കി, ജീവിതത്തിന്റെ ഭാഗമാക്കി നമ്മൾ മാറ്റുക എന്നുള്ളതാണ്. എത്രത്തോളം നന്മകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നോ അത്രത്തോളം നമ്മുടെ സ്ട്രെസ് ഇങ്ങനെ പൊഴിഞ്ഞ് പൊഴിഞ്ഞ് ഇല്ലാതായിക്കൊണ്ടിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നഹ്ലിൽ പറഞ്ഞ വാചകം വല്ലാത്ത വാചകം.
മൻ അമില സാലിഹൻ. നമുക്ക് എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും, എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകൂല. ഞാനൊക്കെ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മെ സൃഷ്ടിച്ച, നമ്മുടെ മനസ്സറിയുന്ന, നമ്മുടെ ജീവിതം കൃത്യമായി മനസ്സിലാക്കുന്ന റഹ്മാനായ റബ്ബ്, അവനോളം നമ്മളറിയാൻ ആർക്കാ കഴിയാം? ആ റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തുൻ നഹ്ലിലെ 97-ാമത്തെ വചനം എത്ര സമാധാനം നൽകുന്ന വാചകമാണ്. മൻ അമില സാലിഹൻ. ആരെങ്കിലും സൽക്കർമ്മം പ്രവർത്തിച്ചാൽ, സൽക്കർമ്മത്തിന്റെ അകത്ത് വരുന്ന ഏതൊക്കെ നന്മകളുണ്ടോ അതൊക്കെ അതിൽ പെട്ടു. മിൻ ദക്കരിൻ ഔ ഉൻസ, ആണാകട്ടെ പെണ്ണാകട്ടെ, അത് ആണ് പ്രവർത്തിച്ചാലും പെണ്ണ് പ്രവർത്തിച്ചാലും, വഹുവ മുഅ്മിൻ, ഈമാനുള്ളവനായിട്ടാണ്, ഈമാനുള്ളവളായിട്ടാണ് അവളത് പ്രവർത്തിക്കുന്നത് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓഫർ ചെയ്യുന്നത് എന്താ? ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ, അയാൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കുന്നുള്ളതാണ്. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചത് നിമിത്തം ഏറ്റവും നല്ല പ്രതിഫലം അവർക്ക് നാം നൽകുകയും ചെയ്യും. അഥവാ ഈമാനും സൽക്കർമ്മങ്ങളും ജീവിതത്തിന്റെ ഭാഗമാക്കി മുന്നോട്ടു പോകുന്ന വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 2 കാര്യങ്ങളാണ് ഓഫർ നൽകുന്നത്. ഒന്നാമത്തത് നല്ല ജീവിതം, രണ്ടാമത്തത് വമ്പിച്ച പ്രതിഫലം. മഹാന്മാരായ മുഫസ്സിറുകൾ ഈ ആയത്ത് വിശദീകരിക്കവേ അവര് പറഞ്ഞു, ഇവിടെ ഹയാത്തൻ ത്വയ്യിബ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം, നല്ല ജീവിതം എന്ന് പറഞ്ഞാൽ ഇഹലോകത്തെ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ഉദ്ദേശം തുമനീനത്തുൽ ഖൽബാണ്, ഹൃദയത്തിനുള്ള അടക്കം, ഹൃദയത്തിനുള്ള സമാധാനം. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴും, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും, പരീക്ഷണങ്ങളുടെ തീച്ചൂളകളിലൂടെ സഞ്ചരിക്കേണ്ടി വരുമ്പോഴും അവരുടെ ഹൃദയം ശാന്തമാകും. ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ കത്തിജ്വലിക്കുന്ന തീയിലേക്ക്, അഗ്നികുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ, എനിക്ക് എൻ്റെ റബ്ബ് മതി, ശാന്താകണം. എന്തൊരു തവക്കുലാണ്. ഞാൻ പറയുന്നത്, എന്തു പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അവരുടെ മനസ്സ് എപ്പോഴും ശാന്തമായിരിക്കും, സമാധാനമായിരിക്കും അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകുക. രണ്ടാമത് അവർക്ക് അല്ലാഹ് കൊടുക്കുന്നത് വമ്പിച്ച പ്രതിഫലം, അത് സ്വർഗ്ഗമാണ്. അപ്പൊ ദീനിയായ ജീവിതം നയിച്ചാൽ അവർക്ക് സമാധാനം നൽകും, സ്ട്രെസ്സിൽ നിന്നുള്ള റിലീഫ് നൽകുന്നുള്ളത് റഹ്മാനായ റബ്ബിന്റെ വാഗ്ദാനമാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമുക്ക് ദീനിയായ ജീവിതം നമ്മൾ ശരിക്ക് നിർവഹിക്കുന്നുണ്ടോ? അതിലൂടെ നമുക്ക് സമാധാനം കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതല്ല, അതൊക്കെ ഒരു കേവലം ചടങ്ങുകളായി, നമ്മൾ സാധാരണ എന്നും ചെയ്യുന്ന ഭൗതികമായ കാര്യങ്ങളെ പോലെ മനസ്സറിയാത്ത കർമ്മങ്ങളായി മാറുന്നുണ്ടോ? നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ്. ദീനീ ജീവിതം എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് എനിക്ക് പ്രത്യേകം ഓർമ്മപ്പെടുത്തി എപ്പോഴും പറയാനുള്ള കാര്യം. ഒന്ന് നിസ്കാരമാണ്. നമസ്കാരം എന്നുള്ളത് ജീവിതത്തിലെ നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും വിഷമമുണ്ടായ സഹാബത്ത് പറയണം, പ്രവാചകൻ ചെയ്തിരുന്ന പണി എന്താ? സ്വല്ല, റസൂൽ നിസ്കരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിലാണ് അഭയം തേടിയിരുന്നത്. റസൂലുള്ളാഹിക്ക് റാഹത്ത് കിട്ടിയിരുന്ന നിസ്കാരത്തിലായിരുന്നു.
എന്തു പ്രയാസങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിൽ 2 റക്അത്ത് വുളു ചെയ്ത് അള്ളാഹുവിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് സുജൂദും കഴിഞ്ഞ് സലാം വീട്ടുമ്പോ കിട്ടുന്ന മനസ്സിന് കിട്ടുന്ന സമാധാനം. മഹാനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു യാത്ര പോകുന്ന സന്ദർഭത്തിൽ വഴിക്ക് വെച്ച് അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ അടുത്ത ഒരാൾ മരണപ്പെട്ടു എന്ന് വാർത്ത ഒരാൾ വന്ന് പറഞ്ഞു. അദ്ദേഹം വേഗം മൃഗം സൈഡാക്കിയിട്ട് അദ്ദേഹം അവിടെ നിസ്കരിക്കണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, അള്ളാഹ് പറഞ്ഞത്, നമ്മുടെ റബ്ബ് നമ്മളോട് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിങ്ങൾ അള്ളാഹിനോട് സഹായം ചോദിക്കേണ്ടത് ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടുമാണ്. അപ്പൊ നിസ്കാരം എത്രത്തോളം നമ്മൾ പ്രോപ്പർ ആകുന്നു, നിസ്കാരം എത്രത്തോളം ശ്രദ്ധയുള്ളതാകുന്നു, നിസ്കാരം എത്രത്തോളം മനസ്സറിഞ്ഞുള്ളതാകുന്നു, നിസ്കാരത്തിന് എത്രത്തോളം ജീവിതത്തിൽ നമ്മൾ പ്രാധാന്യവും വിലയും നമ്മൾ കൽപ്പിക്കുന്നു, അതതിന്റെ സമയത്ത് എത്രത്തോളം നമ്മൾ നിർവഹിക്കുന്നുവോ അത്രത്തോളം നമുക്ക് സമാധാനവും സന്തോഷവും കണ്ടെത്താൻ പറ്റും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ നിസ്കാരത്തിന്റെ ഖുർറത്തു ഐനി എന്ന് പറയുന്ന നിസ്കാരത്തിൽ ശ്രദ്ധ ലഭിക്കുക എന്നുള്ള, നിസ്കാരം എങ്ങനെ ആസ്വദിച്ച് നിസ്കരിക്കാം എന്ന് പറയുന്ന ഒരു ഫ്രീ കോഴ്സ് നമ്മൾ പുതുതായി ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഈ ഒരു പ്രതിസന്ധി, പ്രയാസം പലപ്പോഴും അനുഭവിക്കുന്നുണ്ട്. നിസ്കാരം ശരിയായാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം മാറും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു പർപ്പസിലാണ് നമ്മൾ മെയിനായിട്ട് അത് തുടങ്ങുന്നത്. എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ, ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് വൈകാതെ നമ്മളത് ലോഞ്ച് ചെയ്യും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ദീനി ജീവിതത്തിന്റെ രണ്ടാമത്തെ അടിസ്ഥാനം വിശുദ്ധ ഖുർആനിന്റെ പാരായണമാണ്. ഖുർആൻ എന്നും നമ്മൾ പാരായണം ചെയ്യണം. ഖുർആൻ എപ്പോഴും പഠിക്കാനുള്ള ഒരു ആവേശം നമുക്ക് ഉണ്ടാകണം. അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ, വിശദീകരണം മനസ്സിലാക്കാൻ, ഖുർആനിന്റെ പാരായണം കേൾക്കാൻ, അത് മനസ്സിന് വല്ലാത്ത സമാധാനം കിട്ടുന്ന സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാം എന്ന് പറഞ്ഞാൽ അത് ഹൃദയങ്ങൾക്ക് ശിഫ നൽകുന്നതാണ്. പ്രത്യേകിച്ച് സൂറത്തുൽ ബഖറയൊക്കെ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ പിശാച് നമ്മുടെ വീട്ടിൽ നിന്ന് വിരണ്ടോടുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്ട്രെസ് ഉണ്ടാക്കുന്നതിൽ വലിയ റോളുണ്ട് ശൈത്താൻ. അതുകൊണ്ട് ഖുർആനിന്റെ പാരായണം നമ്മൾ വളരെ ഗൗരവത്തിൽ കാണുന്നത് രണ്ടാമത്തത്, ദീനി ജീവിതത്തിന്റെ രണ്ടാമത്തെ അടിസ്ഥാനം. മൂന്നാമത്തെ അടിസ്ഥാനം പ്രാർത്ഥനകൾ, ദിക്റുകൾ ജീവിതത്തിന്റെ പാർട്ടാക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പ്രഭാതത്തിലുള്ള ദിക്റുകൾ, പ്രദോഷത്തിലുള്ള ദിക്റുകൾ, ഇതൊന്നും നമ്മൾ മിസ്സാക്കരുത്. ഇതൊന്നും ചെയ്യാതെ എന്റെ ജീവിതത്തിൽ എപ്പോഴും സ്ട്രെസ്സാണ്, വിഷമാണ്. ഈ സ്ട്രെസ്സൊക്കെ വർദ്ധിക്കുമ്പോൾ നമ്മൾ രോഗികളായി മാറണം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന ശാരീരികമായ പ്രതിസന്ധികൾക്ക് പലപ്പോഴും കാരണം അവരുടെ സ്ട്രെസ്സാണ്. ഈ സ്ട്രെസ് ദീനിയായ പരിഹാരം കൊണ്ട്, ദീനിയായ ജീവിതം കൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് നേടാൻ പറ്റും. എന്തിനാണ് നമ്മൾ പ്രയാസപ്പെടുന്നത്? ഈ ദീനിലേക്ക് ഉദ്ഖുലു ഫിസ്സിൽമി കാഫ, നിങ്ങൾ ദീനിലേക്ക് മുഴുവനായും കയറുക, അതാണ് നമ്മളോട് പറയുന്നത്. ദീന് വേറെ, നമ്മുടെ ജീവിതം വേറെ എന്നുള്ള മാനസികമായ അത്തരത്തിലുള്ള ചിന്തകളിൽ നിന്ന് മാറി എത്രത്തോളം ദീനിന്റെ ആളുകളായി ദീൻ നമ്മുടെ ജീവിതത്തിലേക്ക് നെഞ്ചോട് നമ്മൾ ചേർത്തി വെക്കുന്നോ അത്രത്തോളം ആ സമാധാനം. ഒരു ഉമ്മയുടെ അരികിൽ ഒരു കുട്ടി എത്ര സുരക്ഷിതത്തോടു കൂടെയാണ്, ടെൻഷനില്ലാതെ ഉമ്മയുടെ മാറോട് ചേർന്ന് കിടക്കുന്ന കുട്ടിയുടെ സുരക്ഷിതത്വം പോലെ, സമാധാനത്തോടെ കുട്ടി കിടക്കുന്നത് പോലെ ദീൻ നമ്മൾ പകർത്തി തുടങ്ങുമ്പോൾ നമുക്ക് അത്രയും ഒരു സമാധാനം, ഒരു നിർഭയത്വം നമുക്ക് ഫീൽ ചെയ്യും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അദ്കാറുകൾ മിസ്സാക്കാതിരിക്കുക. പ്രഭാത പ്രദോഷ പ്രാർത്ഥനകൾ, അതിനൊക്കെ കുറച്ച് സമയം നമ്മൾ മാറ്റി വെച്ചാൽ, ഒരു 10-20 മിനിറ്റൊക്കെ നമുക്ക്
ഒരു സമയത്ത് നമുക്ക് ചൊല്ലാനുള്ള സമയം ചിലപ്പോ പിന്നെ അത്രേ നമുക്ക് വേണ്ടതുള്ളൂ. 24 മണിക്കൂറിൽ ഈ ഇബാദത്തുകൾ മൊത്തം നമ്മൾ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ കുറഞ്ഞ മണിക്കൂറുകൾ നമുക്ക് മതി. ബാക്കി നമ്മൾ പലപ്പോഴും ഭൗതികമായ കാര്യങ്ങളിലാണ് ഉള്ളത്. പക്ഷെ ഈ കുറഞ്ഞ സമയം തന്നെ നമുക്ക് എത്ര സമാധാനം നൽകുക ജീവിതത്തിൽ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നാമത്തെ പോയിന്റ് അതാണ്. ഒന്ന് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ 2 ടൈപ്പ് ചെയ്യും. രണ്ടാമത്തത് മാഷാ അല്ലാഹ് ബറകല്ലാഹു ഫീക്. രണ്ടാമത്തത് ഇഹലോകം നശ്വരമാണ് നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ, ബുദ്ധിമുട്ടുകൾ വരുമ്പോ പലപ്പോഴും പല ആളുകളും ചിന്തിക്കുന്ന സംഗതിയാണ്, പടച്ചോനെ എന്താണ് ഈ പ്രയാസം തീരാത്തത്, എന്റെ ജീവിതം എന്താ ഇങ്ങനെ. ഫലസ്തീനിലെ ഗസയിലെ രംഗങ്ങൾ നമ്മുടെ ഒക്കെ മനസ്സിനെ വേദനിപ്പിക്കുന്നതാണ്. അത്തരം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചോദ്യമാണ്, എന്താ പടച്ചോൻ ഇത് കാണുന്നില്ലേ, എന്താണ് അള്ളാഹു നടപടി സ്വീകരിക്കാത്തത്. യഥാർത്ഥത്തിൽ ഇതിനൊക്കെ ഉള്ള ഒരു ആൻസർ അള്ളാഹു ആദ്യമേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് സുഖിക്കാനുള്ള ലോകമല്ല. വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും ഒന്നും ജീവിതത്തിൽ വരൂല എന്നുള്ളതല്ല അള്ളാഹു നമ്മളോട് പറഞ്ഞത്. മറിച്ച് വലനബുലുവന്നകും, നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. പരീക്ഷിക്കാൻ വേണ്ടിയുള്ള പരീക്ഷണാലയമാണ് ഈ ദുനിയാവ്. അപ്പൊ ഈ പരീക്ഷണങ്ങളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും ഓരോ പരീക്ഷണങ്ങളിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ചിലപ്പോൾ അനുഗ്രഹങ്ങൾ നൽകിയിട്ടായിരിക്കും അള്ളാഹു പരീക്ഷിക്കുന്നത്. ചിലപ്പോൾ രോഗം തന്നിട്ടായിരിക്കും അള്ളാഹു പരീക്ഷിക്കുന്നത്. ചിലപ്പോൾ സാമ്പത്തികമായ പ്രതിസന്ധികളാകാം, ചിലപ്പോൾ ഭർത്താവിന്റെ വിഷയമാകാം, ചിലപ്പോൾ മക്കളെ വിഷയമാകാം, സ്വന്തമായ ഒരു വീടില്ലല്ലോ എന്നുള്ള ചിന്തയാകാം, പല സംഗതികൾ. അവിടെയൊക്കെ നമുക്ക് സമാധാനം നൽകുന്ന വാചകമാണ് സൂറത്തു അഅലയിലെ 17-ാമത്തെ വാചകം. നമ്മളൊക്കെ നിസ്കരിക്കുമ്പോൾ ഓതുന്ന ആയത്തല്ലേ. വിത്തറിന്റെ സന്ദർഭത്തിൽ 3 റക്അത്ത് നിസ്കരിക്കുമ്പോൾ 1-ാമത്തെ റക്അത്തിൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാക്കി നമുക്ക് സുന്നത്താക്കി ചൊല്ലാൻ പഠിപ്പിച്ച സൂറത്താണ് സൂറത്തു അഅല. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖ, ആഖിറമാണ് ഏറ്റവും ഹൈറായിട്ടുള്ളത്, അതാണ് എന്നെന്നും നിലനിൽക്കുന്നത്. ഈ ദുനിയാവ് എന്ന് പറഞ്ഞ അവിടെ കഴിഞ്ഞു പോകും. ഈ ദുനിയാവ് കഴിഞ്ഞു പോകാനുള്ളതാണ്. നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ തീർന്നു പോകാനുള്ളതാണ്. നമ്മുടെ പ്രയാസങ്ങൾ അവസാനിക്കാനുള്ളതാണ്. ഇതൊന്നും നിലനിൽക്കൂല. ഈ പ്രതിസന്ധികൾ, നമ്മൾ വിചാരിക്കുന്ന പ്രതിസന്ധികൾ, അതൊക്കെ അവസാനിക്കുന്ന ഒരു ദിനം വരും. ആ പ്രയാസങ്ങളൊക്കെ തീരുന്ന ഒരു ദിനം വരും. ഈ ചിന്തയല്ലേ നമുക്ക് നൽകുന്ന പ്രതീക്ഷ. മാരകമായ ഒരു ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാരകമായ ഒരു അസുഖത്തിനാണ്, ക്യാൻസറിന്, നിങ്ങൾ അതിന് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലാണ് നിങ്ങൾ എന്ന് ഡോക്ടർ പറയുമ്പോൾ പടച്ചോനെ എന്റെ കഥ കഴിഞ്ഞല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം അത് അള്ളാഹുവിന്റെ പരീക്ഷണമായി കണക്കാക്കി, അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് സ്വർഗം നേടാനുള്ള ഒരു ചാൻസ് ആണ് പടച്ചോൻ തന്നിട്ടുള്ളത് എന്ന് ചിന്തിക്കുന്നതോടുകൂടെ നമ്മുടെ മനസ്സ് മാറണം. ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക്, അവിശ്വാസികൾക്ക് ഈ സമാധാനമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ സമാധാനിക്കാനുള്ള വകുപ്പില്ല.
പക്ഷെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമ്മുടെ മനസ്സിൽ വരേണ്ടത് വൽ ആഖിറത്തു ഖൈറുൻ വഅബ്ഖാ. ആഖിറാണ് വലുത്, ദുനിയാവല്ല. ദുനിയാവ് കഴിയും, ദുനിയാവിലെ വിഷമങ്ങൾ അവസാനിക്കും. പക്ഷെ എനിക്ക് ആഖിറ മിസ്സാകാൻ പാടില്ല, അത് മിസ്സാകാൻ പാടില്ല. മഹാന്മാരായ മുൻഗാമികൾ, സലഫുകൾ, പ്രവാചകന്മാർ, സഹാബത്ത്, അവരൊക്കെ എന്തെല്ലാം പരീക്ഷണങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നുപോയവരാണ്. അത്രയേറെ പരീക്ഷണങ്ങളും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും അവർക്ക് സമാധാനം നൽകുന്നത് ഇതാണ്: അള്ളാഹു എന്നെ ആദരിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. എന്റെ ശരീരത്തിന്റെ വേദനകൾ, അല്ലെ, എന്തു പ്രശ്നമാകട്ടെ, ഞാൻ പറയുന്നത് നമ്മുടെ പ്രശ്നം എന്തുമാകട്ടെ, ആ പ്രശ്നം പ്രശ്നമല്ലാതെ അത് പോസിറ്റീവായി കാണാനുള്ള മനസ്സ് നമുക്ക് കിട്ടും. അതാണ് രണ്ടാമത്തെ മാർഗം. എന്ത് പ്രയാസം വരുമ്പോഴും ഇതൊക്കെ കഴിയും, ഇതൊക്കെ കഴിയും, ആഖിറാണ് വലുത്. ഈ ദുനിയാവിൽ ചെയ്തൊക്കെ കബറിന്ന് എണീക്കണ ആളുകളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞത്, ഞങ്ങൾ കുറച്ചേ ഇവിടെ ജീവിച്ചുള്ളൂ, 1-2 ദിവസം, അല്ല, ഒരു ദിവസത്തിൽ അല്പം ഭാഗേ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് 60, 70, 80, 100 കൊല്ലം ജീവിച്ച ആളുകൾ അങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഖുർആൻ പരിചയപ്പെടുന്നത്. പറഞ്ഞ കാലം നമ്മൾ തന്നെ പറയുന്നുണ്ട്, എത്ര പെട്ടെന്ന് കഴിഞ്ഞു പോണം. അതാണ് രണ്ടാമത്തത്. രണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ടൈപ്പ് ചെയ്യും. മൂന്നാമത്തത് പരാതി അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ എത്രയാ നമ്മൾ പരാതി പറയുന്നത്? എത്രത്തോളം നമ്മൾ പരാതി പറയുന്നു, എത്രത്തോളം നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു, എത്രത്തോളം നമ്മൾ മറ്റുള്ളവരെ വിമർശിക്കാൻ പോകുന്നു, അത്രത്തോളം നമുക്ക് സ്ട്രെസ് കൂടും. എത്രത്തോളം മറ്റുള്ളവരോട് വിദ്വേഷവും പകയും അസൂയയും നമ്മൾ വെച്ചു പുലർത്തുന്നു, അത്രത്തോളം നമ്മുടെ മനസ്സിൽ സ്ട്രെസ് കൂടും. നമ്മൾ എന്തിനാണ് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നമ്മൾ മറക്കുന്നത്? കിട്ടാത്തതിനെ കുറിച്ച്, കിട്ടിയതിലെ ന്യൂനതകളെ കുറിച്ച് അന്വേഷിക്കുന്നതിന് പകരം അനുഗ്രഹങ്ങളെ നമ്മൾ എണ്ണി തുടങ്ങുക, അനുഗ്രഹങ്ങളെ കുറിച്ച് ആലോചിക്കുക. അനുഗ്രഹങ്ങളെ കുറിച്ച് എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നു. അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെ ആകണം സംസാരങ്ങളൊക്കെ. പറഞ്ഞു, അനുഗ്രഹങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് തന്നെ അള്ളാഹുള്ള ശുക്റാണ്. മക്കൾ എന്തെങ്കിലും ഭക്ഷണത്തെ കുറിച്ച് പറയുമ്പോൾ, ഭർത്താവ് പറയുമ്പോൾ, അവിടെയൊക്കെ അനുഗ്രഹങ്ങളെ ഓർമ്മപ്പെടുത്തുക എന്ന വലിയ ദൗത്യം നിർവഹിക്കേണ്ടത് നമ്മളാണ്. നിങ്ങൾ അള്ളാഹ് നൽകിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് തിട്ടപ്പെടുത്താൻ കഴിയില്ല. ഓരോ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കും അതുവരെ അനുഭവിച്ച അനുഗ്രഹങ്ങളുടെ വില നമ്മൾ അറിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര നിഅമത്താണ് നമുക്ക് നൽകുന്നത്. കോടാനുകൂടി അനുഗ്രഹങ്ങൾ നൽകിയിട്ടും ലഭിക്കാത്ത അനുഗ്രഹങ്ങളെ കുറിച്ച് ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിക്കണം. ജീവിതത്തിൽ കഴിഞ്ഞുപോയ സംഭവങ്ങളെ, നഷ്ടങ്ങളെ ആലോചിച്ച് ഇപ്പോഴും സങ്കടപ്പെട്ടിരിക്കണം. എപ്പോഴും പരാതികൾ മാത്രം നമ്മുടെ നാവിലൂടെ കടന്നു വരുന്ന അവസ്ഥ, വീണ്ടും വീണ്ടും പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ വലിച്ചു വരുത്താൻ അത് കാരണമാകും. മറിച്ച് അനുഗ്രഹങ്ങളെ നമ്മൾ എണ്ണി തുടങ്ങിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലിങ്ങനെ ബറക്കത്ത്, അനുഗ്രഹങ്ങളിൽ ബറക്കത്ത് നൽകും. വീണ്ടും വീണ്ടും വർദ്ധനവ് അനുഗ്രഹങ്ങൾ വരും. ലൈൻ ശക്കറത്തും ലഅസീദനക്കും, അള്ളാഹ് പറയുന്ന ഓഫറാണ്. ഇതൊക്കെ വല്ലാത്ത ആയത്താണ്. നമ്മുടെ മനസ്സ് അറിഞ്ഞ് നമ്മൾ പാരായണം ചെയ്യേണ്ട,
നമ്മുടെ ജീവിതത്തിൽ മനസ്സറിഞ്ഞ് നമ്മൾ പകർത്തേണ്ട വാചകം. നിലവിലൊരു ജോലി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ജോലിയിൽ ഒരു കയറ്റം കിട്ടണം എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ജോലിയൊന്നും പോരാ, ഇതൊക്കെ എന്ത് ജോലിയാണ്, ഇതൊന്നും ശമ്പളം പോരാ എന്ന് പറയുന്നതിന് പകരം, അത് പരാതിയുടെ വാചകമാണ്, അതിനു പകരം ആ ജോലി നൽകിയ റഹ്മാനായ റബ്ബിനോട് ശുക്ർ കാണിക്കുക. അൽഹംദുലില്ലാ, ഇതുപോലും ഇല്ലാത്ത എത്ര ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഹംദ് പറയുക, പടച്ചോനെ ഈ ഒരു ജോലി നൽകിയ നിനക്കാകുന്നു റഹ്മാനായ റബ്ബേ സർവസ്തുതിയും. മക്കളെ കുറിച്ച് പരാതി പറയുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് മക്കളെ നൽകിയല്ലോ, അനുഗ്രഹം, അള്ളാഹിനോട് ശുക്ർ പറയാം, അൽഹംദുലില്ലാ പറയാം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ജോലിയിടാണെങ്കിൽ അതിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് റഹ്മാനായ റബ്ബ് നമ്മളെ കൊണ്ടുപോകും. നമ്മൾ ചെയ്യേണ്ട പാർട്ട് നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്തിനെ എങ്ങനെ കൊണ്ടുവന്നിറക്കും ശരിക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് പരാതി എന്നുള്ളത് അത് നമ്മൾ ശീലിച്ചതായിരിക്കാം. നമ്മുടെ വീടുകളിൽ ഉള്ള സംസാരങ്ങൾ എടുത്തു നോക്കി നിങ്ങൾ, പലപ്പോഴും പരാതികളാണ്, കുറ്റപ്പെടുത്തലുകളാണ്, വിമർശനങ്ങളാണ്. ആ ഒരു അവസ്ഥ മാറ്റണമെങ്കിൽ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കണം. ഓരോ അനുഗ്രഹങ്ങളെ ഓർത്ത് നമ്മൾ മനസ്സിൽ കൊണ്ടുവരണം, നമ്മുടെ നാവിൽ നമ്മൾ കൊണ്ടുവരണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, നിങ്ങൾ നിന്റെ റബ്ബിനെ കുറിച്ച്, റബ്ബി നൽകുന്ന അനുഗ്രഹത്തെ കുറിച്ച് ഹദ്ദിസ്, നീ സംസാരിക്കുക. പരാതികളെ കുറിച്ചിട്ടല്ല പറയാൻ പറഞ്ഞത്. അതാണ് മൂന്നാമത്തത്. 3 നോക്കിയാണെന്നുണ്ടെങ്കിൽ 4 ടൈപ്പ് ചെയ്യും. ഓക്കെ, മാഷാ അല്ലാഹ്, ബറകല്ലാഹു ഫീക്കും. 4-മത്തത്, എല്ലാറ്റിലും നമ്മൾ നന്മ കാണാം, ഖൈറ് കാണാം എന്നുള്ളതാണ്. ഇതൊരു വിശ്വാസിയുടെ ഗുണമാണ്. എല്ലാറ്റിലും ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിൽ എന്തെങ്കിലും ഒരു ഖൈർ ഉണ്ടാകും. നമ്മൾ എപ്പോഴും പറയേണ്ട വാചകം, അതിൽ ഖൈർ ഉണ്ടാവും, അതിൽ ഖൈർ ഉണ്ടാവും, ഇൻഷാ അല്ലാഹ് അതിൽ ഖൈർ ഉണ്ടാവും. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയുമ്പോ, ആ അങ്ങനെ സംഭവിച്ചോ, അല്ലെങ്കിലും അത് അങ്ങനെയാണ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അതിന് കൂടുതൽ അതിന്റെ തീ ആളി കത്തിപ്പിക്കുന്നതിന് പകരം, നമ്മുടെ അരികിൽ ഒരാൾ വരുമ്പോ അവർക്കതിൽ ഖൈറ് കാണാനുള്ള ഒരു പ്രചോദനം നമ്മൾ കൊടുക്കേണ്ടത്. എത്ര സമാധാനം കിട്ടുക, എടി അതിൽ എന്തെങ്കിലും ഖൈർ ഉണ്ടാകും, പടച്ചവൻ എന്തെങ്കിലും ഖൈറ് കണ്ടിട്ടുണ്ടാവും, നമുക്ക് കാത്തിരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതാണ്, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ്. ദുർബലനായ വിശ്വാസിയേക്കാൾ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ശക്തനായ വിശ്വാസിയാണ്. വഫീ കുല്ലി ഖൈർ, എല്ലാറ്റിലും നന്മണ്ട്. ഇഹ്രിസ് അലാ മാ യൻഫഉക വസ്തഈൻ ബില്ലാഹ്, നിനക്ക് ഉപകാരം ഉണ്ടാകുന്ന വിഷയത്തിൽ നീ എന്ത് ചെയ്യണം, താല്പര്യം കാണിക്കണം. വസ്തഈൻ ബില്ലാഹ്, നീ അള്ളാഹിനോട് സഹായം ചോദിക്കണം. വലാ തഅ്ജസ്, നീ എന്ത് ചെയ്യരുത്, ഈ അശക്തനാകരുത്, എനിക്ക് കഴിയില്ല പറയരുത്. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം, അള്ളാഹിനോട് സഹായം ചോദിക്കുക. എന്നിട്ട് പറയാ നീ എന്തെങ്കിലും ബാധിച്ചു എന്ന് വിചാരിച്ചു, നമ്മൾ വിചാരിക്കാത്തത്, പ്രതീക്ഷിക്കാത്തത്, ഇഷ്ടപ്പെടാത്തതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നീ പറയാൻ പോരുത്, ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അതിങ്ങനെ ആകുമായിരുന്നു, ഞാൻ ഇങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണ്, അപ്പൊ ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അങ്ങനെ അങ്ങനെ നിങ്ങൾ പറയരുത്. ടെൻഷൻ കൂട്ടുക.
ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത് വലാകിൻ ഖുൽ ഖദറുല്ലാഹി വമാ ശാഅ ഫഅല. ഇത് അള്ളാന്റെ തീരുമാനമാണ്, അള്ളാന്റെ വിധി അങ്ങനെയാണ്, അള്ളാഹ് വിധിച്ചതാണ്, ഇങ്ങനെ സംഭവിക്കണം എന്നുള്ളത് അന്ന് സംഭവിച്ചു കഴിഞ്ഞു. സംഭവിച്ചു കഴിഞ്ഞിട്ട് പറയുന്ന സംഗതിയാണ്. അവ അള്ളാന്റെ വിധിയാണ്. അള്ളാഹു എന്ത് ഉദ്ദേശിക്കുന്നു അത് അവൻ നടപ്പില്ല. അതിൽ എന്തെങ്കിലും ഹൈറുണ്ടാകും. കാരണം ലൗ എന്ന് പറയുന്നത് അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെയാകുമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഷെയ്ത്താന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതാണ്, അത് തുറന്നു കൊടുക്കുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ പറയരുത്. അപ്പൊ എന്ത് ജീവിതത്തിൽ സംഗതി എന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്നില്ല, അതിന്റെ പിന്നിലുള്ള ഹൈർ എന്താ നമുക്ക് അറിയില്ല, നമുക്കൊന്നും അറിയില്ല. എല്ലാം അറിയുന്നത് റഹ്മാനായ റബ്ബാണ്. അതുകൊണ്ടാണ് ഈ 6 ഈമാൻ കാര്യങ്ങളിൽ അൽ ഈമാനും ബിഖദരില്ല, അള്ളാന്റെ ഖദറിലുള്ള വിശ്വാസം, അത് വിശ്വാസിക്കണമെന്ന് പ്രത്യേകം പറയാൻ കാരണം എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലെന്തെങ്കിലും ഹൈർ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ആലോചിക്കുക, ആ വാചകം പറയുമ്പോ തന്നെ മനസ്സിന് റിലാക്സ് ആവും, സ്ട്രെസ് അങ്ങോട്ട് ഒഴിഞ്ഞു പോകും. എന്തെങ്കിലും അത് നമ്മളുടെ അടുക്കൽ ഒരാൾ വന്ന് നമ്മളത് പറയുമ്പോ തന്നെ അവർക്കും കൂടി സമാധാനം കിട്ടിയിട്ട് അവർ പോവുക. ഒരുപാട് ആളുകൾക്ക് അങ്ങനെ സപ്പോർട്ട് കിട്ടണം, ഒരുപാട് ആളുകൾക്ക് അങ്ങനെ സ്ട്രെസ്സിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്, സമാധാനിപ്പിക്കണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, പരിഹാരങ്ങൾ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഇത് നമ്മൾ ശീലാക്കുക. നമ്മുടെ വാചകത്തിൽ എപ്പോഴും വരുന്ന എന്ത് സംഭവിച്ചാലും അതിലൊക്കെ എന്തെങ്കിലും ഹൈർ ഉണ്ടാകും. നമ്മൾ കാണാത്ത ഒരു ഹൈറിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ടാകും ഇൻഷാ അല്ലാഹ്. ഇതാണ് 4-മത്തത്. 5-മത്തത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുക, സങ്കടങ്ങൾ ഇല്ലാതാകാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വൽ അജ്സി വൽ കസൽ വൽ ബുഖ്ലി വൽ ജുബ്ൻ വളലഇ ദൈനി വഗലബത്തി റിജാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞ ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ ഞാൻ നിന്നോട് ശരണം ചോദിക്കുന്നു, മിനൽ ഹമ്മി ടെൻഷനിൽ നിന്ന്. ഹമ്മ് എന്ന് പറഞ്ഞാല് വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ആലോചിച്ച് ടെൻഷൻ ആകുന്നുണ്ട്, അതിനാണ് ഹമ്മ് എന്ന് പറയാം. വൽ ഹസൻ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ട് സങ്കടപ്പെട്ടിരിക്കുന്നതിനാണ് ഹസൻ എന്ന് പറയും. ഇത് രണ്ടിൽ നിന്ന് അള്ളാഹിനോട് നമ്മൾ ശരണം ചോദിക്കണം. വൽ അജ്സി അശക്തതയിൽ നിന്ന്, എനിക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന്, എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റണില്ല അതിൽ നിന്ന്. വൽ കസൽ ചെയ്യാൻ കഴിയുന്ന കാര്യം എന്നിട്ടും ചെയ്യാതെ മടി പിടിച്ചിരിക്കുന്നതിൽ നിന്ന്. വൽ ബുഖുൽ പിശുക്കിൽ നിന്ന്. വൽ ജുബ്ൻ പേടിയാണ്, ഭീരുത്വമാണ്, ധൈര്യമല്ല, അതിൽ നിന്ന്. ഇതൊക്കെ നമ്മളെ പ്രശ്നങ്ങളായിരിക്കും. വളലഇ ദൈനി കടഭാരം കൊണ്ട് പ്രയാസപ്പെടുന്നതിൽ നിന്ന്. വഗലബത്തി റിജാൽ ആളുകൾ എന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നതിൽ നിന്ന്, എന്റെ ധനം പിടിച്ചടക്കുന്നതിൽ നിന്ന്, എന്റെ കുടുംബത്തെ ഉപദ്രവിക്കുന്നതിൽ നിന്നൊക്കെ അതിൽ പെട്ടു. ഈ 8 കാര്യങ്ങളിൽ നിന്നും റഹ്മാനായ റബ്ബിനോട് നമ്മൾ ശരണം ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുക പറഞ്ഞ പ്രാർത്ഥന ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ പാർട്ടാകണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വൽ അജ്സി വൽ കസൽ വൽ ബുഖ്ലി വൽ ജുബ്ൻ വളലഇ ദൈനി വഗലബത്തി റിജാൽ. ഈ 5 കാര്യങ്ങൾ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മളെ ജീവിതത്തിന്റെ പാർട്ടാക്കി മാറിയാൽ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സ്ട്രെസ് എന്നുള്ള സംഗതി നമ്മുടെ ജീവിതത്തിൽ നിന്ന്, മനസ്സിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമുക്ക് ജീവിതത്തിൽ ഒരു പ്രതീക്ഷ, ജീവിതത്തിൽ ഒരു സമാധാനം, ജീവിതത്തിൽ എന്ത് സംഭവിക്കുമ്പോഴും അതിനെ തരണം ചെയ്യാനുള്ള ഒരു മാനസികമായ കരുത്ത് അള്ളാന്റെ ദീന് തരും. ഇസ്ലാമികമായ ഈ പരിഹാര മാർഗങ്ങൾ നമുക്ക് നൽകും. അതുകൊണ്ട് ഈ പരിഹാര മാർഗങ്ങളെയാണ് നമ്മൾ അവലംബിക്കുന്നത്. ഭൗതികമായ കുറേ കാര്യങ്ങളുടെ പിന്നാലെ പോകുക എന്നല്ല, അപ്പുറത്ത് അള്ളാഹു പഠിപ്പിച്ച, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ മാർഗങ്ങളെ നെഞ്ചോട് ചേർക്കാൻ നമ്മൾ പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബ് ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ
ലൈഫ് ഡിസൈനിങ് കോഴ്സ് 23-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം നമ്മുടെ സഹോദരിമാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ജീവിതം എങ്ങനെ ഡിസൈൻ ചെയ്യാം, അവരുടെ പിന്നെ ഇടപെടൽ എങ്ങനെയാണ് ഭർത്താവിനോട്, മക്കളോട്, അതുപോലെ തന്നെ സ്വന്തമായിട്ട് അവരുടെ ജീവിതത്തിൽ അവരുടെ ടൈം മാനേജ്മെന്റ് എങ്ങനെയാണ് എന്ന് തുടങ്ങി ഇബാദത്തിന്റെ തലം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ആ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരുപാട് സഹോദരന്മാർക്ക് അവരുടെ ഞാനൊന്നും ചെയ്യണില്ല എന്നുള്ള ഒരു ഫീലിംഗിൽ നിന്ന്, ഒരുപാട് സമയം വെറുതെ നഷ്ടപ്പെടുത്തി പോകുന്നതിൽ നിന്ന് അതൊക്കെ സ്ട്രെസ്സിലേക്ക് പലപ്പോഴും എത്തിക്കാറുണ്ട്. അതൊക്കെ എങ്ങനെ അതിജയിച്ച് മുന്നോട്ട് പോകാൻ പറ്റും, അത് എങ്ങനെ നമുക്ക് ജീവിതത്തിൽ ശീലങ്ങൾ, നല്ല ശീലങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ആ കോഴ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് പിന്നെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് ഉപയോഗപ്പെടുത്താം. നമ്മുടെ പരിചയത്തിലുള്ള ആളുകൾക്ക് അത്തരം കാര്യങ്ങളൊന്നും പരിചയപ്പെടുത്തിയ ഇൻഷാ അല്ലാഹ് അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നതിൽ നമുക്ക് പങ്കാളിയാകാൻ പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ ഹിമായ ഹിമായ കെയർ എന്ന പേരിൽ പുതിയൊരു ചാരിറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രോഗ്രാമിൽ വെച്ച്, ആനുവൽ ഡേന്റെ പ്രോഗ്രാമിൽ നമ്മൾ ഔട്ട് ചെയ്തതാണ് ഇൻഷാ അല്ലാഹ്. അതില് ബീഹാറിലെ പഠന സൗകര്യങ്ങൾ ഇല്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് പഠന സൗകര്യങ്ങൾ, അവിടെ ഡെസ്കും ബെഞ്ചും ഒക്കെ നിലത്തിരുന്ന് നമുക്കറിയാം, നിലത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചു നേരം ഇരിക്കുമ്പോൾ നമുക്കൊക്കെ അതിന്റെ പ്രയാസം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അവരെ ആ അർത്ഥത്തിൽ സഹായിക്കുക എന്നുള്ള ഒരു പ്രൊജക്ട് നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നും നാളെയൊക്കെ ആയിട്ട് അതിന്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ വരും. നമ്മൾ മാക്സിമം നമ്മൾ ഷെയർ ചെയ്യുക, നമ്മളും അതിൽ പങ്കാളികളാകുക. നമുക്ക് എത്രത്തോളം മറ്റുള്ളവരൊക്കെ നമ്മൾ സഹായിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിക്ക് സ്ട്രെസ് ഇല്ലാതാക്കാനുള്ള മാർഗങ്ങളായിട്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഇത് പരിചയപ്പെടുത്തുന്നത്. എന്തെങ്കിലുമൊക്കെ ഒരു നന്മ നമ്മൾ എത്രത്തോളം ചെയ്യുന്നു അത് നമുക്ക് ജീവിതത്തിൽ ഖൈറിനെ വരുത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ ജീവിതത്തിന്റെ ഭാഗമാക്കാനും നന്മകളിലായി മുന്നോട്ട് പോകാനും നന്മകളിലായി ഈ ലോകത്തോട് വിട പറയാനും സന്തോഷത്തിന്റെ സുഖങ്ങൾ മാത്രമുള്ള സ്ട്രെസ് ഇല്ലാത്ത സലാം എന്ന് പറയുന്ന ദാറുസ്സലാം എന്ന് പരിചയപ്പെടുത്തിയ സമാധാനത്തിന്റെ ഗേഹമായ സ്വർഗത്തിൽ ഒരുമിക്കാനും റഹ്മാനായ റബ്ബ് നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബറകല്ലാഹു ഫീക്കും, ജസാകുമുല്ലാഹു ഖൈറ, സുബ്ഹാനകല്ലാഹു വബിഹംദിക്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.